അങ്ങനെ ഒരു 2 വർഷത്തിന് ശേഷം എൻ്റെ അടുത്തൊരു കഴുകൽ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ഞാൻ കഴുകാൻ പോകുന്നത് ചിക്കനാണ്. അന്ന് സത്യം പറഞ്ഞാൽ ഒരു മത്തി കഴുകിയപ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ഈ എല്ലാ സാധനങ്ങൾക്കും പ്രത്യേകം കഴുകുണ്ട്. കാരണം നന്നായിട്ട് കഴുകിയാൽ മാത്രമേ ഇതിന് ഉളുമ്പുണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഉളുമ്പുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ചിക്കനും. പലപ്പോഴും മമ്മി പറയാറുണ്ട് ഞാൻ ചിക്കൻ കഴുകുമ്പോൾ അതിന് ഉളുമ്പുണ്ടാകത്തില്ലെന്ന് പറയാറുണ്ട്. ഈ വീഡിയോയ്ക്കും ആ മത്തി കഴുകിയ പോലെ തന്നെ നെഗറ്റീവ് കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമൻസ് കൊണ്ടാണ് തോന്നുന്നു ആ വീഡിയോ കയറിയത്. എല്ലാവർക്കും നെഗറ്റീവ് കാണാനാണ് ഇഷ്ടം, പോസിറ്റീവ് ആർക്കും താല്പര്യമില്ല. അപ്പം മെയിൻ ടോപ്പിക്കിന്ന് അറിയാതെ അങ്ങ് പോയി. അപ്പം ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി ചിക്കൻ കഴുകാണ്. ചിക്കൻ കഴുകാൻ വേണ്ടി ഞാൻ 2 പാത്രങ്ങൾ ഉപയോഗിക്കും. ഒരു പാത്രത്തിൽ ചിക്കൻ ഇടാനും മറ്റേ പാത്രത്തിൽ കഴുകിയ ചിക്കൻ ഇട്ട് വെള്ളം പോകുന്ന രീതിയിലുള്ളൊരു പാത്രം. ഞാൻ 3 പ്രാവശ്യമാണ് ചിക്കൻ കഴുകുന്നത്. ആദ്യത്തെ കഴുകലിനാണ് ഈ ചിക്കൻ്റെ തൊലിയും ഇങ്ങനെ ആവശ്യമില്ലാത്ത പീസുകളും ഒത്തിരി നെയ് പീസും ഉണ്ടെങ്കിൽ അത് കുറേ എണ്ണം ഞാൻ കുറച്ചങ്ങ് കളയും, ഇങ്ങനെ പിളിപിളാന്നുള്ളത്. ആദ്യത്തെ കഴുകൽ മാത്രം കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പീസ് എടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം. ബാക്കിയുള്ള 2 കഴുക് ഇത്രയും സമയമൊന്നും എടുക്കണ്ട. ബാക്കിയുള്ള 2 കഴുകിന് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് കഴുകി കഴിഞ്ഞാൽ ഉളുമ്പ് വരാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ കഴുകലിന് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങ് എടുത്താൽ മതി. ചിക്കൻ്റെ വെള്ളം കളയുന്ന രീതിയിൽ കൈവച്ച് പിഴിഞ്ഞെടുത്ത് നമ്മുടെ വെള്ളം പോകുന്ന പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടേക്കുക. പിന്നെയും ചിക്കൻ ക്ലീൻ അല്ലാന്ന് കാണുവാണെങ്കിൽ ഈ സമയത്ത് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. ഓവർ ചെയ്യാൻ നിൽക്കരുത്, അത് മതി. ഇനിയാണ് മൂന്നാമത്തെ കഴുക്. രണ്ടാമത് കഴുകിയ അത്ര പോലും ചെയ്യണ്ട. മൂന്നാമത്തെ കഴുകിന് ചിക്കനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചിക്കൻ പീസുകൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെള്ളം പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ കഴുക്ക് ഇവിടെ കഴിഞ്ഞു. ചില സമയത്ത് നമുക്ക് ഈ ചിക്കൻ കടയിൽ നിന്ന് കിട്ടുമ്പോൾ പറയാറില്ല, ഒരു വൃത്തിയില്ല ഇവർ ചിക്കൻ മുറിച്ചിരിക്കുന്ന, ഒരു സുഖമില്ല എന്നൊക്കെ തോന്നുമല്ലോ. പക്ഷെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവസാനം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നാരങ്ങയോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് തിരുമ്മി മാറ്റി വെച്ചാൽ മതിയേ. ഞാനിവിടെ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് നാരങ്ങ ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ 2 അടപ്പ് വിനാഗിരി ആട്ടോ ഒഴിച്ചേക്കുന്നത്. അത് ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കണം. അപ്പോൾ ചിക്കനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും, ഈ കുഴന്നൊന്നും ഇരിക്കത്തില്ല. എന്നിട്ടൊന്ന് കറി വെച്ചാൽ മതി. അപ്പം നല്ല രുചിയായിട്ടുള്ള ചിക്കൻ കറി കിട്ടും. ഇനി ഇങ്ങനെ കഴുകിയിട്ടില്ല, ഇങ്ങനെയൊന്നും അല്ല കഴുകാറെന്നുള്ളവർ ഇതുപോലെ ഒന്ന് കഴുകി വെക്കണേ. അപ്പോൾ വ്യത്യാസം മനസ്സിലാവും കറിയുടെ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.